വളരെ വൈകാരിക രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം മുംബൈയിലെ പ്രത്യേക കോടതി സാക്ഷിയായത്. പ്രത്യേക കോടതിക്ക് മുമ്പിൽ കണ്ണീരണിഞ്ഞ് വികാരാധീനനായി വായ്പാ തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയൽ രംഗത്തെത്തിയിരുന്നു. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുവെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ജയിലിൽ മരിക്കുന്നതാണെന്നും ജാമ്യഹർജി പരിഗണിക്കവേ നരേഷ് ഗോയൽ പ്രത്യേക കോടതി മുമ്പാകെ പറയുകയുണ്ടായി. ജഡ്ജിക്ക് മുമ്പിൽ കണ്ണീരണിഞ്ഞ് കൈകൾ കുപ്പിയായിരുന്നു നരേഷ് ഗോയലിന്റെ വാക്കുകൾ. കാൻസർ രോഗത്തിന് ചികിത്സയിലുള്ള ഭാര്യയെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്ന് നരേഷ് ഗോയൽ പറയുകയുണ്ടായി. തൻ്റെ ആരോഗ്യനില വളരെ അപകടകരമാണ്. ഭാര്യയെയും ഏക മകളുടെയും അവസ്ഥ മോശമാണ്. തന്നെ സഹായിക്കുന്നതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കും പരിമിതികളുണ്ട്. കാൽമുട്ടുകൾക്ക് നീരുവെച്ചു. വേദന കൊണ്ട് മടക്കാൻ സാധിക്കുന്നില്ല. മൂത്രമൊഴിക്കുമ്പോൾ കലശലായ വേദനയുണ്ട്. ചില സമയത്ത് മൂത്രത്തിനൊപ്പം രക്തവും പുറത്തേക്ക് വരുന്നു. ജെ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ജയിൽ ഉദ്യോഗസ്ഥരുടെ ജോലി സൗകര്യം കണക്കിലെടുത്ത സഹതടവുകാർക്കൊപ്പമാണ് ആശുപത്രിയിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്നത്. ഈ യാത്ര ബുദ്ധിമുട്ടുള്ളതും മടുപ്പിക്കുന്നതും സഹിക്കാൻ കഴിയാത്തതുമാണ്. ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് കാരണം ആവശ്യമുള്ള സമയത്ത് ഡോക്ടറെ കാണാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം തൻ്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു. ജെ ആശുപത്രിയിലേക്ക് അയക്കുന്നതിനേക്കാൾ ജയിലിൽ മരിക്കുന്നതാണ് ഭേദമെന്നും നരേഷ് ഗോയൽ ജഡ്ജി മുമ്പാകെ പറയുകയുണ്ടായി. കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട 538 കോടിയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ സെപ്റ്റംബർ 1-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നരേഷ് ഗോയലിനെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ആർദർ റോഡ് ജയിലിൽ കഴിയുന്ന അദ്ദേഹം ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഹർജി പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി MG ദേശ്പാണ്ഡെയ്ക്ക് മുമ്പാകെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം നേരിട്ട് ഹാജരായത്. ഗോയലിനെ താൻ സസൂക്ഷ്മം നിരീക്ഷിച്ചുവെന്നും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നുവെന്നും കോടതി രേഖകൾ ജഡ്ജി കുറിക്കുകയുണ്ടായി. മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് ഗോയലിനെ അറിയിച്ചതായി ജഡ്ജി പറഞ്ഞു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഗോയലിന്റെ അഭിഭാഷകരോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കാനറ ബാങ്ക് നൽകിയ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരായ PML ആക്ട് പ്രകാരമാണ് ജെറ്റ് എയർവേസിന്റെ സ്വത്തുകൾ കണ്ടുകെട്ടിയത്. ജെറ്റ് എയർവേസിന്റെയും ഉടമ നരേഷ് ഗോയൽ, ഭാര്യ അനിത ഗോയൽ, മകൻ നിവാൻ ഗോയൽ എന്നിവരുടെയും ഉടമസ്ഥതയിലുള്ള 17 ഫ്ളാറ്റുകൾ, ബംഗ്ലാവുകൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവയാണ് ഈഡി കണ്ടുകെട്ടിയത്. സെപ്റ്റംബർ 1-ന് ED അറസ്റ്റ് ചെയ്തതു മുതൽ മുംബൈയിലെ ആർദർ റോഡ് ജയിലിൽ കഴിയുകയാണ് ഒരു കാലത്ത് ഇന്ത്യൻ ആകാശ മേഖലയെ അടക്കി ഭരിച്ചിരുന്ന ബിസിനസ്മാൻ നരേഷ് ഗോയൽ. നരേഷ് ഗോയൽ എന്ന ആകാശഭീമൻ എങ്ങനെയാണ് എയർവേസ് രംഗത്ത് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചെടുത്തതെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നത് ഒരു പുസ്തകത്തിലൂടെയായിരുന്നു. രാജ്യത്തെ അന്വേഷണാത്മക പത്രപ്രവർത്തകരിൽ മുൻനിരയിൽ നിൽക്കുന്ന മലയാളി ജോസി ജോസഫ് എഴുതിയ കഴുകന്മാരുടെ വിരുന്ന് ആകാശത്ത് തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ താഴെ എന്തൊക്കെയാണ് നരേഷ് ഗോയൽ ചെയ്തു കൂട്ടിയതെന്ന് കഴുകന്മാരുടെ വിരുന്നിൽ ജോസി വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നുമുണ്ട്. അധികമാരും അന്വേഷിക്കാൻ തുനിഞ്ഞിറങ്ങാത്ത ഇന്ത്യയിലെ സ്വകാര്യ മേഖലയുടെ നിഗൂഢ വ്യാപാരങ്ങൾ ലോകത്തു മുന്നിലെത്തിച്ച കഴുകന്മാരുടെ വിരുന്നിൽ നിന്നുള്ള ചില ഭാഗങ്ങളും അന്ന് ശ്രദ്ധേയമായിരുന്നു. ന്യൂഡൽഹിയിൽ ഒരു ടിക്കറ്റ് വിതരണ സ്ഥാപനത്തിലെ സഹായിയായി പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ച നരേഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയായിരുന്നു ജെറ്റ് എയർ. 1970-കളിൽ കമ്പനി ഗോയൽ പൂർണ്ണമായി ഏറ്റെടുത്തു. കുറിയ നനുത്ത മീശയുള്ള, മുഖത്തൊട്ടിച്ചു വച്ചിരിക്കുന്നതുപോലെ എപ്പോഴും ചിരിക്കുന്ന ഗോയൽ പിൽക്കാലത്ത് ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ ഒരു അതികായനായി വളർന്നു. പക്ഷേ അക്കാലത്ത് ഏതാനും ചില ആഫ്രിക്കൻ എയർലൈൻസുകൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ട്രാവൽ ഏജൻസി മാത്രമായിരുന്നു ജെറ്റ് എയർ. 1987-ലെ ഒരു വേനൽക്കാലത്ത് ഗോയൽ ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഓഫീസിലേക്ക് കയറി വന്നു. ജെറ്റ് എയർ GSA കരാർ നേടിയിട്ട് അപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞിരുന്നു. അയാൾ തക്കിയുദ്ദീനെ അഭിവാദ്യം ചെയ്തു. ശേഷം കൈകൾ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഗൾഫ് എയർ GSA കിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ തകർന്നു പോവുമായിരുന്നു. ഗോയലിൻ്റെ വാക്കുകളിൽ നിന്നും ഗൾഫ് എയർ GSAയ്ക്ക് വേണ്ടി ഈസ്റ്റ് വെസ്റ്റ് പരിശ്രമിക്കുന്നത് അയാൾക്ക് അറിയാമായിരുന്നില്ല. അത് നേടിയെടുക്കാൻ വേണ്ടി ഗോയൽ തൻ്റെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിക്കുകയും ചെയ്തു എന്ന് തോന്നുമായിരുന്നു. പക്ഷേ ജെറ്റ് എയർ ഉടമ വൃത്തികെട്ട കളി കളിക്കുകയാണെന്നും ഗൾഫ് എയർ പ്രതിനിധിയും ആ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും തക്കിയുദ്ദീന് ബോധ്യപ്പെട്ടു. കോർപ്പറേറ്റ് ഇന്ത്യയുടെ അക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളിലൊന്ന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ഗൾഫ് എയർ തൻ്റെ പോക്കറ്റിലായതോടെ ഗോയലിന് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തൊട്ടു പിന്നാലെ കുവൈറ്റ് എയർവേസിൻ്റെയും GSA സ്വന്തമാക്കിയ ഗോയൽ പുതിയ പങ്കാളികളുമൊത്ത് ബിസിനസ് വിപുലീകരിച്ചു തുടങ്ങി. ഇന്ത്യൻ ആകാശത്ത് മേലുള്ള മത്സരവും ഇതിനിടെ കടുത്തു. 1993 മെയ്യിൽ നരേഷ് ഗോയലിൻ്റെ ജെറ്റ് എയർവേസും സർവീസ് ആരംഭിച്ചു. എന്നാൽ രാജ്യത്തെ ഏറ്റവും വിജയകരമായി മാറാൻ പോവുകയായിരുന്ന ആ എയർലൈൻസിൻ്റെ തുടക്കം അത്ര മംഗളകരമായിരുന്നില്ല. ആദ്യ പറക്കലിൽ അവരുടെ ഒരു ബോയിങ് 737-300 വിമാനം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഇറങ്ങിയത് തെറ്റായ വ്യോമപാതയിലായിരുന്നു.
ഈസ്റ്റ് വെസ്റ്റിൻ്റെ ബോയിങ് 737-200 വിമാനങ്ങളെ അപേക്ഷിച്ച് ജെറ്റിൻ്റെ 737-300 വിമാനങ്ങളുടേത് വളരെ ശേഷിയുള്ള ഇന്ധനമായിരുന്നു. അപകടത്തിൽപ്പെടാനും സാധ്യതയുള്ള യന്ത്രങ്ങളായിരുന്നു ഇവയിൽ ഘടിപ്പിച്ചിരുന്നത്. ഗോയൽ പതിയെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ ജീവനക്കാരെ തൻ്റെ സ്ഥാപനത്തിലേക്ക് വലിക്കാൻ ആരംഭിച്ചു. ഒപ്പം അവരുടേതായ പല പദ്ധതികളും ജെറ്റിലും ആവിഷ്കരിച്ചു. 1994 ആ വേനൽക്കാലത്ത് മുഖത്തെ പതിവ് ചിരിയുമായി നരേഷ് ഗോയൽ തഖിയുദ്ദീനെ കാണാൻ വീണ്ടുമെത്തി. തങ്ങൾ ഉപയോഗിക്കുന്ന ബോയിങ് 737-300 പരമ്പരയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രശ്നങ്ങളെയും അവയുടെ ലോ എഞ്ചിനുകളെയും കുറിച്ച് പരാതിപ്പെട്ട ഗോയൽ, ഈസ്റ്റ് വെസ്റ്റ് ഉപയോഗിക്കുന്ന 737-200 പരമ്പരയിൽപ്പെട്ട വിമാനങ്ങൾ വാങ്ങാൻ തങ്ങളും തീരുമാനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. തങ്ങൾ പുതിയ ബോയിങ് 737-400 സീരീസിൽപ്പെട്ട വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മലേഷ്യൻ എയർലൈൻസിൽ നിന്ന് വളരെ പെട്ടെന്ന് അവ ലഭിക്കുമെന്നും തഖിയുദ്ദീൻ ഗോയലിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇതേ 3 ബോയിങ് 737-400 വിമാനങ്ങൾ ഇന്ത്യയിലെത്തി. ജെറ്റ് എയർവേസിൻ്റേതായി എത്തുകയായിരുന്നു അത്. ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ ശരിക്കും നടുക്കമുണ്ടാക്കുന്ന ഒന്നായിരുന്നു ഇത്. ഏതാനും ആഴ്ചകൾ സർവീസ് നടത്തിക്കഴിഞ്ഞപ്പോൾ ജെറ്റ് എയർവേസ് വിമാനത്തിൻ്റെ ചിറകുകളിലെ പെയിൻറ് അടർന്നിരിക്കുന്നതായി യാത്രക്കാർ റിപ്പോർട്ട് ചെയ്തു. പുതിയ പെയിൻറ്റിനടിയിൽ ഈസ്റ്റ് വെസ്റ്റിൻ്റെ കളറുകൾ തെളിഞ്ഞു വന്നു. നരേഷ് ഗോയൽ താൻ നടത്തിയ അട്ടിമറിയിൽ അഹങ്കാരമൊന്നും പ്രദർശിപ്പിച്ചില്ലെങ്കിലും ഈസ്റ്റ് വെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിഷ്കരുണമായ പ്രവൃത്തി എവിടം വരെ പോകാം എന്നതിൻ്റെ രണ്ടാമത്തെ മുന്നറിയിപ്പായിരുന്നു അത്. ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ പോലും ഒരാൾക്കും പൂർണ്ണമായി ഗോയലിനെ കുറ്റപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. കാരണം ഇന്ത്യൻ ബ്യൂറോക്രസി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നത് അയാളും മനസ്സിലാക്കി വരികയായിരുന്നു. 1995 ജൂണിൽ തഖിയുദ്ദീന് അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തി. ഇന്ത്യൻ വ്യോമയാന വിപണിയിലെ മികച്ച തലച്ചോറുകളിലൊന്നും നരേഷ് ഗോയലിൻ്റെ വിശ്വസ്തനുമായിരുന്ന മലയാളിയായ ദാമോദരനായിരുന്നു അത്. തനിക്കും ഗോയലിനുമൊപ്പം ജോലി ചെയ്ത് മതിയായെന്നും ഇനി അവിടെ തുടരാൻ പറ്റില്ലെന്നും ഈസ്റ്റ് വെസ്റ്റിൽ ചേരണമെന്നുമായിരുന്നു ദാമോദരൻ തഖിയുദ്ദീനെ അറിയിച്ചത്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ താൻ വിവരമറിയിക്കാമെന്ന് ഉറപ്പു നൽകി തഖിയുദ്ദീൻ അയാളെ മടക്കി അയച്ചു. ഏതാനും ദിവസം കഴിഞ്ഞ് തഖിയുദ്ദീൻ തൻ്റെ ഓഫീസിൽ തിരക്ക് പിടിച്ച ജോലികൾ മുഴുകിയിരുന്ന ഒരു വൈകുന്നേരം 7 മണിക്ക് ഫോൺ ബെല്ലടിച്ചു. നരേഷ് ഗോയലായിരുന്നു മറുവശത്ത്. "താക്കി, എൻ്റെ ആൾ എനിക്കൊപ്പം തന്നെ മടങ്ങിയെത്തി. ഒരു കാരണവശാലും എന്നോട് ഇനി ഇത്തരമൊരു കളിക്ക് നിൽക്കരുത്." ഇരു കൂട്ടരും തമ്മിലുള്ള ശത്രുത അതിൻ്റെ പാരമ്യത്തിലെത്തുകയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി 1995 നവംബർ 13-ന് തഖിയുദ്ദീൻ വെടിയേറ്റ് വീണു. തഖിയുദ്ദീൻ്റെ മരണം ഈസ്റ്റ് വെസ്റ്റിനെ എല്ലാ അർത്ഥത്തിലും കുഴപ്പങ്ങളിൽ എത്തിച്ചു. അടുത്ത 2 വർഷം കമ്പനി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയും 1997 ആ പ്രതിസന്ധിക്ക് അടിയറവ് പറയുകയും ചെയ്തു. തഖിയുദ്ദീൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം 2 വർഷത്തോളം ഇഴഞ്ഞു നീങ്ങി. ബിസിനസ് ലോകത്തെ ശത്രുതയുടെയും അതിലെ ആശങ്കകളുടെയുമൊക്കെ കാര്യങ്ങൾ അന്വേഷണത്തിനിടയിൽ ഉണർന്നു വന്നിരുന്നു. ഫൈസലിൻ്റെ ആ ചെറിയ സ്റ്റേറ്റ്മെൻറ്റിൽ പോലും തൻ്റെ സഹോദരനും നരേഷ് ഗോയലുമായി വർദ്ധിച്ചുവരുന്ന സംഘർഷത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ആ സാധ്യതകളൊക്കെ തന്നെ മുംബൈ പോലീസ് അപ്പാടെ അവഗണിച്ചു കളഞ്ഞു. പോലീസ് ഈ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് ശരിയായ നിഗമനത്തിലല്ല എന്ന് പിന്നീട് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ചോർത്തിയെടുത്ത വിവരങ്ങൾ തെളിയിക്കുകയുണ്ടായി. ഈസ്റ്റ് വെസ്റ്റിന് തിരശ്ശീല വീണതോടെ ജെറ്റ് എയർവേസിൻ്റെ ഭാഗ്യം കുതിച്ചു തുടങ്ങി. ഏതെങ്കിലും വിധത്തിലുള്ള കുടുംബ സ്വാധീനശേഷിയോ സാമ്പത്തിക രാഷ്ട്രീയ വിദ്യാഭ്യാസ പിൻബലമോ ഇല്ലാത്ത ചെറുപ്പക്കാരനും അത്യാധുനിക പഞ്ചാബിൽ നിന്നുള്ള ഗോയലിൻ്റെ ജീവിതം ഇതുപോലെ തന്നെ നാടകീയതകൾ നിറഞ്ഞതായിരുന്നു. വിവാദപുരുഷനായി നിൽക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുകയും ചിലപ്പോൾ രോഷം കൊള്ളിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അയാളുടേത്. 2002 ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ജോയിന്റ് ഡയറക്ടർ അഞ്ജൻ ഘോഷ് എഴുതിയ ഒരു കത്തിനെ ചൊല്ലി പാർലമെൻറ്റിൽ ഇരുസഭകളിലും പ്രക്ഷുബ്ധമായിരുന്നു. ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സംഗീത ഗോയോത്രയ്ക്കുള്ള ഒരു പേജുള്ള ഘോഷിൻ്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നത്, നരേഷ് ഗോയലും അധോലോക നായകരായ ഛോട്ടാ ഷക്കീലും ദാവൂദ് ഇബ്രാഹിമുമായി പണമിടപാടുകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ തീർക്കുന്നതിന് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്ന് IB സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നായിരുന്നു. ഗോയലിൻ്റെ നിക്ഷേപത്തിൽ അധോലോക സംഘങ്ങളുടെ, പ്രത്യേകിച്ച് ദാവൂദിൻ്റെയും ഛോട്ടാ ഷക്കീലിൻ്റെയും സഹായത്തോടുകൂടി ശേഖരിച്ച പണവുമുണ്ട് എന്ന കാര്യത്തിൽ ശക്തമായ സംശയമുണ്ട് എന്നും കത്തിൽ പറയുന്നു. ഗൾഫ് എയർമാരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിഗൂഢമായ നിക്ഷേപങ്ങൾ ഗോയലിനും ജെറ്റ് എയർവേസിനും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരുന്നു എന്ന ആരോപണവും ഘോഷ് ഈ കത്തിൽ ഉന്നയിച്ചിരുന്നു. ഷെയ്ഖുമാരായ നരേഷ് ഗോയലിൻ്റെ ചങ്ങാത്തവും വളരെ അടുത്ത ബിസിനസ് ബന്ധങ്ങളും 2 ദശകത്തിലേറെയായി അറിയപ്പെടുന്നതാണ്. ഈ ബന്ധങ്ങൾ മുൻനിർത്തി നേരിട്ടുള്ള നിക്ഷേപങ്ങൾ സ്ഥിരമായി വരുന്നുണ്ട് എന്നതുപോലെ കളങ്കിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ചിട്ടുള്ള ധാരാളം പണം ഇന്ത്യയിൽ തന്നെ ബിസിനസിൻ്റെ മറവിൽ വെളുപ്പിച്ചെടുത്തിട്ടുമുണ്ട്. കള്ളക്കടത്ത്, അന്യമായി പിടിച്ചുപറിക്കൽ തുടങ്ങിയ അവിഹിത മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പണമാണ് ഇതിൽ കൂടുതലും. 2001 ഡിസംബർ 12-നുള്ള ഈ കത്ത് പൊടുന്നനെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അത് വലിയ ബഹളത്തിന് ഇടയാക്കുകയും ചെയ്തു. ദാവൂദുമായും ഷക്കീലുമായും ഗോയൽ ടെലിഫോണിൽ സംസാരിച്ചത് തങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്നും IB തലവൻ KP സിംഗും ഘോഷും ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ LK അദ്വാനിയെ അന്ന് അറിയിക്കുകയുണ്ടായി. ജെറ്റ് എയർവേസിനെതിരെ ശക്തമായ നടപടി വരുമെന്ന് പലരും കരുതിയെങ്കിലും ഒന്നുമുണ്ടായില്ല.
3 വർഷത്തിനു ശേഷം ഇന്റലിജൻസ് ബ്യൂറോ തലവൻ കെ.പി. സിംഗ് ഈ വിഷയത്തിൽ അസാധാരണമായ ഒരു ട്വിസ്റ്റ് നൽകി. ജെറ്റ് എയർവേസിന് സുരക്ഷാ അനുമതി നൽകുന്നത് തന്റെ ഏജൻസി മുമ്പ് അംഗീകരിച്ചതാണെന്നും ആ സമയത്ത് എയർലൈൻസിനെ സംബന്ധിച്ചോ അതിലെ ഡയറക്ടർമാരെ സംബന്ധിച്ചോ ഐബിയുടെയോ റോയുടെയോ രേഖകളിൽ സംശയിക്കത്തക്ക ഒന്നുമില്ല എന്നതിനാലാണ് അതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആഭ്യന്തര മന്ത്രാലയത്തിന് കെ.പി. സിംഗ് എഴുതി ജെറ്റ് എയർവേസിനെ സംബന്ധിച്ചോ അതിന്റെ ഉടമസ്ഥൻ നരേഷ് ഗോയലിനെ സംബന്ധിച്ചോ റോയിൽ നിന്നും മറ്റ് സോഴ്സുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള വിവരങ്ങൾ എയർലൈൻസിന് മുമ്പ് നൽകിയ അനുമതി പിൻവലിക്കുന്നതിനെ ന്യായീകരിക്കാൻ ഉതകുന്നതല്ല. ജെറ്റ് എയർവേസിന് ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധം സംബന്ധിച്ചും അതിന്റെ നിഗൂഢമായ ഫണ്ടിംഗ് സംബന്ധിച്ചുമുള്ള ഇന്റലിജൻസ് അന്വേഷണം അതോടെ അവസാനിക്കുകയായിരുന്നു. സുരക്ഷാ ഏജൻസികളിലെ കുറേയധികം ഉദ്യോഗസ്ഥർ അവരുടെ പ്രൊഫഷണൽ കരിയറിലെ നല്ലൊരു ഭാഗം നരേഷ് ഗോയലിന്റെ പിന്നാലെ തന്നെ ചെലവഴിച്ചിരുന്നു. ആ അന്വേഷണങ്ങളൊക്കെയും അയാളുടെ ബിസിനസിന്റെ ഉത്ഭവം, നിഗൂഢമായ ബിസിനസ് കരാറുകൾ, മിക്ക രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള അയാളുടെ സുഹൃത്ത് വൃന്ദം, ഒപ്പം അധോലോക ബന്ധം സംബന്ധിച്ചുമായിരുന്നു. ഓരോ സർക്കാരുകൾ മാറിവരുമ്പോഴും ഈ ഉദ്യോഗസ്ഥർ കരുതിയത് കർശനമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ്. എന്നാൽ നരേഷ് ഗോയൽ തുടർന്നും പടർന്നു പന്തലിക്കുകയായിരുന്നു. കെ.പി. സിംഗ് തന്റെ കുറിപ്പിൽ വസ്തുതകളൊന്നും ഒഴിവാക്കിയിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഗോയലിനെ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ജെറ്റ് എയർവേസ് ഉടമസ്ഥൻ തന്റെ സമ്പത്തുണ്ടാക്കിയത് കള്ളക്കടത്തിലൂടെയും മറ്റ് അനധികൃത ഇടപാടുകളിലൂടെയുമാണ് എന്നാണ് കാണപ്പെടുന്നത്. എയർലൈൻസിന്റെ കാര്യത്തിൽ വിദേശ വിനിമയ നിയന്ത്രണ ചട്ടത്തിന്റെ ലംഘനമുണ്ടോ എന്ന അന്വേഷണവും നടന്നിട്ടുണ്ടാവാൻ വഴിയുണ്ട് എന്നാണ്. യൂണിയൻ നേതാക്കളെ വിലയ്ക്ക് വാങ്ങിക്കുക, രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിക്കുക പോലുള്ള എതിരാളികളായ വ്യോമയാന കമ്പനികളെ തകർക്കുന്നതിന് നീതിയുക്തമല്ലാത്ത പല കാര്യങ്ങളും ഗോയൽ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് മുമ്പ് ആരോപണം നേരിട്ടത്. അത്തരം കാര്യങ്ങൾ പക്ഷേ അങ്ങേയറ്റം മത്സരബുദ്ധിയുള്ള ബിസിനസ്സിൽ അത്ര കണ്ട് അസാധാരണമല്ല എന്നതുകൊണ്ടും അത്തരം കാര്യങ്ങൾ അയാളുടെ പ്രൊഫഷണൽ അധാർമികതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നതുകൊണ്ട് അത് ദേശീയ സുരക്ഷയെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്ന കാര്യമല്ല എന്നും സിംഗ് തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ഗോയലിന് ദാവൂദ് സംഘവുമായുള്ള ബന്ധം സംബന്ധിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നൽകിയ വിവരങ്ങളെക്കുറിച്ചും സിംഗ് പരാമർശിക്കുന്നുണ്ടായിരുന്നു. ആ വിവരങ്ങൾ കേവലം റോയിൽ നിന്ന് സ്വീകരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും എന്നാൽ ഗോയൽ സമ്പത്തുണ്ടാക്കിയത് കള്ളക്കടത്തിലൂടെയും മറ്റ് അനധികൃത മാർഗങ്ങളിലൂടെയുമാണെന്നും ഇതിനകം നൽകിയിട്ടുള്ള വിവരങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്താൻ തങ്ങൾക്ക് കഴിയില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ ഏജൻസി അറിയിച്ചിട്ടുണ്ടെന്നും സിംഗിന്റെ കുറിപ്പിൽ തുടർന്നു പറയുന്നുണ്ട്. തന്റെ സ്വന്തം ഏജൻസിയായ ഐബി, ദാവൂദ് സംഘവും ഗോയലും തമ്മിൽ നടന്നിട്ടുള്ള സംഭാഷണങ്ങൾ ചോർത്തിയതിനെക്കുറിച്ച് സിംഗ് പരാമർശിച്ചതേയില്ല. ആ ചോർത്തിയ വിവരങ്ങൾ തന്റെ ഏജൻസി സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളതാണ് എന്ന കാര്യവുമുണ്ട്. അത്ഭുതകരമെന്ന് പറയട്ടെ, ആഭ്യന്തര മന്ത്രാലയം, പ്രത്യേകിച്ച് അദ്വാനി ഇക്കാര്യത്തിൽ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാവിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അംഗങ്ങൾക്ക് ഉറപ്പു നൽകിയതും.